ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ ഒരു വീഡിയോയ്ക്ക് ഇൻട്രോ പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. വീഡിയോ ഞാൻ മുൻപ് എടുത്ത് വെച്ചിരുന്നു. അപ്പം ഞാൻ ജസ്റ്റ് അതിനൊരു ഇൻട്രോ ഇതുവരെ ചെയ്തിരുന്നില്ല, അപ്പോൾ ചെയ്യാമെന്ന് കേട്ടോ. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഇല്ല അല്ലേ? ഓക്കെ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ത്രൂക്കുട്ടിയുടെ സ്കൂളിലൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു കേട്ടോ, ആഡ് മാഡ് ഷോ. അതായത് നമ്മൾ എന്തെങ്കിലും പ്രോഡക്റ്റിനെ കുറിച്ച് പറയുക. ഇപ്പോൾ എൻ്റെ പ്രോഡക്റ്റാണ്, അപ്പോൾ അതിനെക്കുറിച്ച് ഇപ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് ഇപ്പോൾ ഓക്കെ ഇതെൻ്റെ ഒരു ക്ലിപ്പാണ് ചെയ്യുക, ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞ് ഇതിനെ നമ്മൾ അഡ്വർടൈസ് ചെയ്യണം. അതായിരുന്നു പ്രോഗ്രാം. അപ്പോൾ ധ്രുവ ഇപ്പോൾ സ്കൂളിൽ പോയി തുടങ്ങിയപ്പോഴാണ് ഞാൻ ഓരോ പ്രോഗ്രാംസിനെ കുറിച്ച് അറിയുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ദച്ചൂസിന് സ്കൂളിൽ പോയിട്ട് പ്രോഗ്രാം ഉണ്ട്, എന്തെങ്കിലും കോമ്പറ്റീഷൻ ഉണ്ട് പറയുമ്പോൾ ഇതൊക്കെ സിമ്പിളല്ലേ, അങ്ങനെ ഒരു ചിന്തയാണ് എനിക്കിപ്പോൾ. കാരണം ധ്രുവയ്ക്ക് ഓൾറെഡി ഈ വക സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് അവളിപ്പോൾ ഇത്രയും ഈ ഒരു സ്റ്റേജിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ അപ്പോൾ ഫസ്റ്റ് ഈ ആഡ് മാഡ് ഷോ എന്ന് പറഞ്ഞപ്പോൾ ആകെ ഞെട്ടിപ്പോയി. കാര്യം അവൾക്കിപ്പോൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലാണല്ലോ. അപ്പോൾ ഇങ്ങനൊരു പ്രോഗ്രാം ഇത് ആദ്യമായിട്ടാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഷോ ആൻഡ് ടെൽ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു, ഫാൻസി ഡ്രസ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഇപ്പോൾ എന്തെങ്കിലും സോങ്ങോ റൈംസോ കോമ്പറ്റീഷൻ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു LKG UKG ഒക്കെ പഠിക്കുമ്പോൾ. പക്ഷെ ഇപ്പം അങ്ങനെയൊന്നും ഇല്ലല്ലോ. ഇപ്പോൾ ഉള്ളത് ഇപ്പോൾ കഴിഞ്ഞ വീക്കിലുണ്ടായിരുന്നതാണ് ഹാഡ് മാഡ് ഷോ. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ എനിക്കൊന്നും അറിയണ്ടായിരുന്നില്ല, എന്ത് ചെയ്യണം ഏത് ചെയ്യണം. കുറേ യൂട്യൂബിൽ തപ്പിയപ്പോൾ ഒരുവിധം എല്ലാം സെയിം സംഭവങ്ങൾ തന്നെ അവർ എടുത്തിരിക്കുന്നത്. കുട്ടികൾ തന്നെ ഹാൻഡ് സാനിറ്റൈസർ, അതുപോലെ തന്നെ ഹെയർ ഓയിൽ, ചോക്ലേറ്റ്, ഇങ്ങനെ കുറേ സാധനങ്ങൾ. അപ്പോൾ അതിൽ ഞാൻ കണ്ടതാണ് ഈ ഒന്ന് കേട്ടോ. അതായത് പെന്നിനെ കുറിച്ച്, അതായത് നമ്മൾ പ്ലാന്റബിൾ സീഡ് പെൻ ഉണ്ടല്ലോ, കുറച്ചുകൂടി ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ച് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. ഇതാകുമ്പോൾ കുറച്ചുകൂടി ഒരു എന്താ പറയുക, നല്ലൊരു മെസ്സേജാണ് കൊടുക്കുന്നത്. അപ്പോൾ അത് അവൾക്ക് പറ്റുമോ എന്നുള്ളത് ഞാൻ ചിന്തിച്ചില്ല. കാര്യം അവൾക്ക് ഞാൻ എന്തൊരു ടോപ്പിക് എടുക്കുകയാണെങ്കിൽ പോലും, ഏത് കോമ്പറ്റീഷൻ ആണെങ്കിലും ഏതൊരു ടോപ്പിക് എടുക്കുകയാണെങ്കിൽ പോലും, അപ്പോൾ അവളിപ്പോൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലാണെങ്കിൽ സെക്കൻഡ് സ്റ്റാൻഡേർഡ്സ് സ്റ്റുഡൻസ് എന്തൊക്കെയായിരിക്കും ചെയ്യുക എന്നുള്ളതാണ് ചിന്തിക്കുക ഞാൻ ആദ്യം. അപ്പോൾ കുറച്ചുകൂടെ അവൾക്ക് പഠിച്ചെടുക്കാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവളെ കൊണ്ട് പഠിപ്പിച്ചെടുത്തിരിക്കും ഞാൻ. അതാണ് എൻ്റെ ഒരു ഇത് കേട്ടോ. കാര്യം ഇപ്പോൾ അവൾക്ക് ഇന്നാണ് കോമ്പറ്റീഷന് പറയുന്നത് വെച്ചെങ്കിൽ അടുത്ത വീക്കിലുള്ള കോമ്പറ്റീഷൻ ഇന്നാണ് പറയുന്നതെങ്കിൽ അത്രയും ഗ്യാപ്പ് ഉണ്ടല്ലോ. ആ ഒരു ഗ്യാപ്പിലാണ് ഞാൻ അവളെ പഠിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് ഒരു ടാസ്ക്. പിന്നെ അവിടെ പറയുമോ എന്നുള്ളത് അത് അവളുടെ കാര്യം, അത് അവളുടെ കയ്യിലിരിക്കുന്നതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പഠിപ്പിച്ചെടുത്തിരിക്കും എന്ത് ഇതാണ് ചെയ്യലും എങ്ങനെയാണ് ചെയ്യലും നോക്കിയിട്ട്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്തത് ഞാൻ പറഞ്ഞല്ലോ ഇക്കോ ഫ്രണ്ട്ലി പെന്നായിരുന്നു. അപ്പോൾ ഇതിന് വേണ്ടി ഞാൻ ചെയ്തത് ഇവിടെ നമ്മളൊരു എർത്തിൻ്റെ ഒരു പിക്ചർ പോലെ ഇങ്ങനെ വരച്ച് വെച്ചു. അതുപോലെ തന്നെ ഇവിടെ ഒരു പെന്നിൻ്റെ ഷേപ്പിൽ ഞാൻ ഉണ്ടാക്കി വെച്ചു. ഇത് ഒരു പെന്ന്, ഈ പെന്ന് എന്താണെന്ന് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു പെന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനൊരു ജസ്റ്റ് ഒന്ന് പേപ്പർ കൊണ്ട് തന്നെ കവർ ചെയ്ത് ഒരു പേപ്പർ പെന്ന് പോലെ സെറ്റപ്പ് ആക്കി എടുത്തിട്ട് അതുപോലെ ഇവിടെ ഒന്ന് ഒട്ടിച്ച് വെച്ചിട്ടുള്ളൂ. പിന്നെ അവൾ ഈ പെന്നിനെ കുറിച്ച് ആഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവൾ അതെന്തായാലും എടുത്തിട്ട് ഇതാണ് പെന്ന്, ഇതിങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, അങ്ങനെയാണ് അവൾ പറയാൻ വിചാരിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് പഠിപ്പിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ എന്തായാലും അതിൻ്റെ ഒരു വീഡിയോ കാണാം കേട്ടോ, ഇതെന്താണ് അവൾ പഠിച്ചിരിക്കുന്നത് എന്നുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അവൾക്ക് എപ്പോഴും കുറച്ചുകൂടെ കൂടുതലുള്ളതാണ് പഠിപ്പിച്ചിരിക്കുക. അപ്പോൾ ഈ 1ാം ക്ലാസ്സിലേക്ക് എന്ന് പറഞ്ഞാലും ഞാൻ പറഞ്ഞല്ലോ 2ാം ക്ലാസ്സിലെ സ്റ്റുഡൻസ് എന്തായിരിക്കും ചെയ്തിരിക്കുക. അപ്പോൾ അങ്ങനെ പഠിപ്പിച്ചിരിക്കുന്നതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും പഠിച്ചാലും ഇപ്പോൾ ഒരു പാരഗ്രാഫോളം അവൾ പഠിക്കുകയാണെന്ന് അതിലൊരു 5 സെൻറ്റൻസെങ്കിലും എന്തായാലും പറയും. കാര്യം നമ്മൾ കുറേ പഠിച്ചാൽ കുറച്ചെങ്കിലും കിട്ടുമോ എന്ന് പറയുമല്ലോ. അപ്പോൾ ആ ഒരു നേക്കാണ് ഞാൻ അവൾക്ക് എപ്പോഴും നോക്കാറ് കേട്ടോ. പിന്നെ അവൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് ആദ്യം മുതൽ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അടുത്ത ആഴ്ചയിൽ പ്രോഗ്രാം വെച്ചെങ്കിൽ ഇന്ന് മുതലേ പഠിച്ചു തുടങ്ങും. അപ്പോൾ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൾ ഓരോ ലൈനായിട്ട് പഠിക്കുകയുള്ളൂ. അപ്പോൾ അതങ്ങനെ മൈൻഡിൽ സ്റ്റോർ ആവുന്ന കാരണം അങ്ങനെയാണ് ഞാൻ പഠിപ്പിച്ചെടുക്കുക. അല്ലാണ്ട് തലേ ദിവസം പോയി എല്ലാം കൂടെ അവൾക്ക് പഠിക്കാൻ പറ്റില്ല. അപ്പോൾ പിന്നെ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു ചെറിയ സാധനം പഠിപ്പിച്ചു കൊടുത്തിട്ടേ കാര്യമുള്ളൂ. അപ്പോൾ ഞാൻ എന്തായാലും ഇങ്ങനെയായിട്ട് ചെയ്യാറുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം കേട്ടോ, എങ്ങനെയാണ് ചെയ്തത് എന്നുള്ളത്. Good morning, respected teachers and my dear friends. Welcome to Ann Math Show by me, Save Me. I am Dhruva from grade 1E and I am going to introduce my product, DPS pen, that is Dhruva's Plantable Seed Pen. Before I introduce my product, I would like you to ask one question. Have you ever wondered what happened to the used plastic pen that you disposed in the dustbin and where it goes from the dustbin? These plastic being collected and piled up in the land filled off our planet. To avoid this problem, we need to reduce the use of plastic. Hence, please use my product DPS pen, that is Dhruva's Plantable Seed Pen.
made by recycled paper filled with seeds on backside of the pen. Once the pen has been used, it can be planted into the soil and the seeds will sprout out from the bottom of the pen. Use DPS pen to make your contribution towards the happier and healthier future. Buy me, save me. So what are you waiting for? You can buy my pen for 10 rupees only. Thank you.